ശ്രീ സി കെ രവിശങ്കർ, ഇപ്പോൾ ഈ അടൂർ പ്രകാശിന്റെ വിഷയം ആദ്യമായി എടുത്തിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചില സംശയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ പോറ്റിയും ഗോവർദ്ധനും ഈ സോണിയയുടെ വീട്ടിൽ പോയത് എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുന്നത്, എന്ത് ബന്ധമാണ് അവർ തമ്മിലുള്ളത്, ആന്റണിയും അതുപോലെ അടൂർ പ്രകാശും ഒക്കെ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. നമുക്കറിയാം ഗോവർദ്ധന് ബെല്ലാരി ബന്ധമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ആദ്യമായി സംശയമുനയിലേക്ക് അടൂർ പ്രകാശിനെ കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രിയാണ്. നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ച ചിത്രങ്ങളുടെ പിൻബലത്തിലാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊരു നറേറ്റീവിലേക്ക് എത്തുന്നത്. ആ ചിത്രമല്ലാതെ എന്ത് ബോധ്യമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കോൺഗ്രസ് പ്രതിനിധി ചോദിക്കുന്നത്. എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ സ്വർണ്ണക്കൊള്ളയുമായി കൂട്ടിക്കെട്ടുന്നത് എന്ന ചോദ്യം CPM കോൺഗ്രസ് ഉയർത്തുകയാണ്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ അംഗം പറഞ്ഞത് ഞാൻ കേട്ടു. ഈ സോണിയാഗാന്ധി എന്ന് പറയുന്ന ആള് ഇന്ത്യയിലെ ഒരു ചെറിയ വ്യക്തിയല്ല. സോണിയാഗാന്ധിയെ കാണാൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പാർട്ടി തന്നെ അദ്ദേഹത്തിന് രൂപീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആസാമിലെ മുഖ്യമന്ത്രി BJPയിൽ ചേർന്നത് സോണിയാഗാന്ധിയെ കാണാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത്രയ്ക്ക് സെക്യൂരിറ്റി ഉള്ള, അത്രയ്ക്ക് വലിയ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് സോണിയാഗാന്ധി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പോറ്റി എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലെ വലിയ പ്രമുഖനൊന്നുമല്ല. അയാൾ ശബരിമലയിൽ 2004 മുതൽ വരുന്ന ഒരു ഇടനിലക്കാരനാണ്. അയാൾ അവിടെ കൊണ്ടുവന്ന ആരാന്നൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. അത് അയാൾക്ക് സോണിയാഗാന്ധിയെ കാണാനുള്ള അവസരം കിട്ടുന്നു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന് കിട്ടിയിട്ടില്ല. ആസാമിലെ മുൻ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ കോൺഗ്രസ് ആണ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എന്താ സോണിയാഗാന്ധിയെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഇടപാട് എന്താ? സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കത്തക്കവണ്ണം ഉണ്ണികൃഷ്ണൻ പോറ്റി അത്ര വലിയ ഒരു താന്ത്രിക വിദ്യയിൽ വലിയ കക്ഷിയാണോ? അപ്പൊ സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ, അല്ല ബന്ധപ്പെടുത്താൻ ആളുകൾ ഉണ്ടെങ്കിൽ, അത് ബന്ധപ്പെടുത്തിയത് ആരാണ്? അവരെന്തിനാണ് സോണിയാഗാന്ധിയെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽപ്പെട്ട ആളുകൾ അവരെ കണ്ടത് എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? അപ്പൊ അവരെ കൊണ്ടുപോകുന്നതിന്റെ ഇടനിലക്കാരനായി അവിടെ നിന്നു എന്ന് കരുതപ്പെടുന്ന ശ്രീ അടൂർ പ്രകാശ്, ആ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് എന്ത് ഭവിഷ്യത്താ ഉണ്ടാവാൻ പോകുന്നത്? ഇവിടെ ആരും കള്ളനാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇതുവരെയും ഒരു ആളും സ്വർണം മോഷ്ടിച്ചതായി പറയുന്നില്ല. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ എല്ലാം കള്ളന്മാരായി നമ്മൾ ചിത്രീകരിക്കുന്നില്ല. ആരോപണങ്ങളാണ് ഇതെല്ലാം. ആരോപണങ്ങൾ കൊണ്ട് ആരും കള്ളന്മാരാവുന്നില്ല. അങ്ങനെ കള്ളന്മാരാകണമെങ്കിൽ അവർക്ക് കുറ്റപത്രം തയ്യാറാക്കി ആ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അവർ കുറ്റാരോപിതരാകുന്നു. അതിനുശേഷം കോടതിയാണ് ഇവരൊക്കെ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് വിധിക്കുന്നത്. എന്റെയൊക്കെ മുമ്പ് സംസാരിച്ച അതേ അഡ്വക്കേറ്റ് ആണല്ലോ. അപ്പോൾ ആരോപണം പറഞ്ഞതുകൊണ്ട് ഇപ്പൊ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന ഇതുവരെ ഹൈക്കോടതിയുടെ ആ ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണത്തിൽ ഒരസംതൃപ്തിയും പ്രകടിപ്പിച്ചത് ഞാൻ കാണുന്നില്ല. ഒരസംതൃപ്തി ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണം ശരിയായ വഴിക്കാണ് നടക്കുന്നത്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു മോശമായ ഇടപെടൽ നടത്തി. ഈ അന്വേഷണത്തിൽ മെല്ലെപ്പോക്കുണ്ട് എന്ന് ഇന്നലെ ഹൈക്കോടതി പറയുന്ന ഒരു ആരാണ് പറഞ്ഞത്? ഏത് ബെഞ്ചാണ് പറഞ്ഞത്? മെല്ലെപ്പോക്കുണ്ട് ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഹൈക്കോടതിയുടെ മുമ്പിൽ ജാമ്യാപേക്ഷ കൊടുക്കുന്ന ബെഞ്ചിന് ഇതിൽ എവിടെ എന്ത് അവകാശമുള്ളത്? SIT നിയോഗിച്ച ബെഞ്ച് ഏതാണ്? ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി ഹർജി കൊടുക്കുന്നു. ആ ജാമ്യ ഹർജി കൊടുക്കുന്നതിനിടയിൽ വന്ന ഒരു പരാമർശമാണ് ഇതൊരു മെല്ലെപ്പോക്കുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അല്ലെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത്. ആ ചോദിക്കാനുള്ള അവകാശം ആ ബെഞ്ചിലുണ്ടോ എന്നതിനെ കുറിച്ച് നിയമപരമായി നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ദേവസ്വം ബെഞ്ച് ഈ കാര്യത്തിൽ അന്വേഷണത്തിൽ ഒരസംതൃപ്തിയും പ്രകടിപ്പിച്ചതായി കാണുന്നില്ല. അന്വേഷണം ശരിയായ വഴിക്ക് തന്നെയാണ് പോകുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആരാണോ ഈ തെറ്റ് ചെയ്തിട്ടുള്ളത്, ശബരിമലയിൽ നിന്നും ഏതെങ്കിലും സ്വർണമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളോ അവിടെ നിന്ന് മോഷ്ടിക്കപ്പെടുകയോ കവർന്നെടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത ഏത് കുറ്റവാളിയാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടിൽ തന്നെയാണ് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും. നിങ്ങളിവിടെ ചിത്രത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അടൂർ പ്രകാശ് സാറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രമാണല്ലോ ഇവിടെ വിവാദമാണെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ ബഹുമാന്യനായ നേതാവ് പറഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്ന ചിത്രം മാത്രമേ ഉള്ളൂ. കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്ന ചിത്രം എന്താണ്? ദേവസ്വം ബോർഡ് പണിഞ്ഞു കൊടുത്ത ഒരു വീടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവർ ഒന്നിച്ച് നിൽക്കുന്ന ചിത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ ഒരു
ആംബുലൻസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അയാളോട് സംസാരിക്കുന്ന പോലുമില്ല, അതിൽ നടന്നു പോകുക മാത്രമാണ് ചെയ്യുന്നത്. ആ നടന്നു പോകുന്നതിന് പോലും അല്ല ശ്രീ രവിശങ്കർ, അതല്ലാതെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇരുന്ന് ചായ കുടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അത് ബംഗളൂരു എയർപോർട്ടിന്റെ കഫറ്റേരിയയിൽ വെച്ച് ചിത്രീകരിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ എവിടെയാണ് എന്നുള്ള കാര്യം കടകംപള്ളി വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഒരു പൊതുചടങ്ങിൽ മാത്രമല്ല, സ്വകാര്യമായി അവരിരുന്ന് സംസാരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ആ ചിത്രങ്ങൾ കൊണ്ടുവരാം. ആ ചിത്രങ്ങൾ അങ്ങേക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ഒരു പൊതുപരിപാടിയിൽ മാത്രമല്ല, വളരെ രഹസ്യമായി അവർ സംസാരിക്കുന്ന, അവർ ഒരുമിച്ച് ചായ കുടിക്കുന്ന. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ അങ്ങനെ ഒരു പരിചയമില്ല എന്ന് അടുത്ത പരിചയമില്ല എന്നൊന്നും പറഞ്ഞു പോകാൻ കഴിയില്ല ശ്രീ രവിശങ്കർ. അങ്ങ് ഈ ഒരു എയർപോർട്ടിന്റെ ലോഞ്ചിലിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്വകാര്യ സംഭാഷണമാണ്. എയർപോർട്ടിന്റെ ലോഞ്ചിലെന്നാ ഇപ്പൊ അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. എയർപോർട്ട് എന്ന് പറഞ്ഞ പൊതുജനത്തിലെല്ലാം വരാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ പലരും ചായ കുടിച്ചെന്നിരിക്കും, ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും. പക്ഷെ ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു ബന്ധവുമില്ലാതെ അങ്ങനെ ഇരുന്ന് ചായ കുടിക്കുമെന്നൊക്കെ അങ്ങനെ പൊതുജനം ചില സംശയങ്ങൾ ഉന്നയിക്കുന്നതാണ് ശ്രീ രവിശങ്കർ. അപ്പോൾ പൊതുജനത്തിന് പല സംശയവും കാണും. ഞാനൊന്ന് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. മഹാത്മാഗാന്ധിയുടെ വധക്കേസിൽ വീര സവർക്കർ എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന ആൾ പ്രതിയായിരുന്നു. അദ്ദേഹം പ്രതിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സവർക്കർ പ്രതിയാണോ? അതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. താങ്കൾ വിഷയം മാറ്റാതിരിക്കൂ ശ്രീ രവിശങ്കർ, താങ്കൾ വിഷയം മാറ്റാതിരിക്കൂ. ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി CPM-ന്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് CPM-ന് വലിയ തിരിച്ചടി ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാർട്ടി അടക്കം അക്കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കോൺഗ്രസിന് കൂടി ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത്. KC വേണുഗോപാൽ അങ്ങനെ പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത സേനാപതി വേണു അടക്കം ആ ഒരു ആംഗിളാണ് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ സോണിയാഗാന്ധിയെയും അടൂർ പ്രകാശിനെയും ആന്റണിയെയും ഒക്കെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ എന്താണ് സർക്കാരിന് മുന്നിലുള്ള തെളിവ്? നിങ്ങളുടെ സംശയം എന്താണ്? പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് പറയാമോ? പറയൂ. അങ്ങ് ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ 394 പഞ്ചായത്തുകൾ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 500-ലധികം പഞ്ചായത്തുകൾ കോൺഗ്രസ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന അല്ലെ നേതൃത്വം കൊടുക്കുന്ന UDF ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് മികച്ച രീതിയിൽ അല്ലെ കുറച്ചേറെ മുന്നിലാണ് ഞങ്ങളെക്കാൾ. പക്ഷെ അത് ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരാജയമെന്ന് CPIM ഒരിടത്തും വിലയിരുത്തിയിട്ടില്ല. CPIയുടെ വിലയിരുത്തലിനെ കുറിച്ച് ഞാൻ പറയാൻ അർഹനല്ല, അത് അവരുടെ പാർട്ടിക്കാരോട് ചോദിക്കണം. 2, അങ്ങനെയാണെങ്കിൽ പന്തളമെന്ന് പറയുന്ന അയ്യപ്പന്റെ ജന്മനാട്ടിൽ ഞങ്ങൾ ജയിച്ചു. ശബരിമല ക്ഷേത്രം നിൽക്കുന്ന പെരുന്നാട് പഞ്ചായത്തിൽ ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ക്ഷീണമൊന്നും സംഭവിച്ചിട്ടില്ല. കേരളത്തിലെ വോട്ടിംഗ് പെർസെന്റിൽ നേരിയ വ്യത്യാസം മാത്രമാണ് UDF ഞങ്ങൾ തമ്മിലുള്ളത്. വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. BJPക്ക് 14.4% വോട്ടുകൾ മാത്രമാണ് കേരളത്തിൽ കിട്ടിയത്. ഈ കോൺഗ്രസിൽ കിട്ടിയ വോട്ടുകൾ 38.67%, ഞങ്ങൾക്ക് 36.54%. അങ്ങനെ എന്റെ കളക്ട് കണക്കല്ല എങ്കിലും ആ നിലവാരത്തിലാണ് വോട്ടുകൾ വന്നത്. ഇത് സൂചിപ്പിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശബരിമലയിലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങ് ഒലിച്ചുപോയി, ദാ കിടക്കുന്നു താഴെ എന്ന രീതിയിലേക്ക് അങ്ങ് പോയി എന്നൊന്നും കാണാൻ കഴിയില്ല. 7 ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കുന്നത് ഞങ്ങളാണ്, 7 പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ഭരിക്കുന്ന UDF ആണെങ്കിലും ഞങ്ങൾ മോശമല്ലാത്ത തരത്തിൽ ജയിച്ചു വന്നിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളിലും ഞങ്ങൾക്ക് ആ വിജയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ താഴെ പോയി എന്ന് കാണത്തക്ക, ഇപ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കപ്പെടുമ്പോൾ 66 മണ്ഡലങ്ങളിൽ LDF മുന്നിലാണ്. ഞങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 11 മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അവരിൽ നിന്ന് ഞങ്ങൾ അതിൽ നിന്ന് സർവൈവ് ചെയ്തു വന്ന് 66 മണ്ഡലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല.
ഈ തെറ്റിദ്ധാരണകളൊക്കെ ജനങ്ങളിൽ നിന്ന് അപ്പോൾ ഇത്തരത്തിലൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ പിടലിക്ക് സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ പിടലിക്ക് വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഗുണമില്ല എന്നാണ് ഇടത് പ്രതിനിധി വ്യക്തമാക്കുന്നത്.